ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഫുഡ്വെയർ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ബാലസ്റ്റിൻ്റെ ഫുഡ്വെയർ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് എങ്ങനെ നമ്മൾ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഐറ്റം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ആവറേജ് അവയർനെസ്, എന്തൊക്കെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഫംഗ്ഷനിങ് ഉള്ളത്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഉള്ളതെന്നുള്ള ഒരു ആവറേജ് അവയർനെസ് നമുക്ക് പറയാം. അപ്പോൾ ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഫുഡ്വെയർ വേർഷനാണിത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുന്നുണ്ട്. ലോഗിൻ ചെയ്യുമ്പോൾ കാണുന്ന ആദ്യത്തെ സ്ക്രീൻ നമുക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ആദ്യത്തെ സ്ക്രീൻ എന്ന് പറയുന്നത് ഇവിടെ ഡാഷ്ബോർഡാണ്. ഇവിടെ ഇടത് സൈഡിൽ മുകളിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഇൻവോയ്സസ്, ബില്ലുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെയാണ് വരിക. അതായത് നമ്മൾ അന്നടിച്ചിരിക്കുന്ന ബില്ല് നമുക്ക് സെർച്ച് ചെയ്ത് കാണാം, അല്ലെങ്കിൽ തലേദിവസം അടിച്ചിരിക്കുന്ന ബില്ല് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണാം. അതെല്ലാം നമുക്ക് ഇവിടെയാണ് വരിക. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു പുറകോട്ടുള്ള ഒരു ഡേറ്റ് അടിച്ചു കൊടുക്കുമ്പോഴേക്കും ഇത് കണ്ടു. ഇതുപോലെ നമുക്ക് ബില്ലുകൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ബില്ലിന്റെ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്, അതുപോലെ ഓരോ ബില്ലിന് ബാലൻസ് കിട്ടാനുണ്ടെങ്കിൽ, ക്രെഡിറ്റ് പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ അങ്ങനെ താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ടോട്ടൽ നടത്തിയിരിക്കുന്ന സെയിൽ എത്ര വന്നു, ടാക്സ് എത്ര വന്നു എന്നുള്ള കാര്യമൊക്കെ ടോട്ടൽ താഴെ കാണാം. ഇത് നമുക്കിവിടെ ഡേറ്റ് കൊടുത്ത് നമുക്ക് കാണാം. ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുത്ത് നമുക്കിവിടെ ഇതുപോലെ കാണാം. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡ്. ഇവിടെ തന്നെയാണ് പുതിയ ബില്ല് അടിക്കുന്നതുമെല്ലാം. പിന്നെ നമുക്ക് വരുന്നത് സെയിൽസ് റിട്ടേൺ അഥവാ ഇൻവോയ്സ് റിട്ടേൺ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻവോയ്സ് റിട്ടേൺ എന്ന് പറയുമ്പോഴേക്കും സെയിൽസ് റിട്ടേൺ അഥവാ ഇൻവോയ്സ് റിട്ടേൺ, അതാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ഇൻവോയ്സ് റിട്ടേൺ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്തു പോയ കാര്യങ്ങൾ റിട്ടേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമുക്ക് ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെ സെയിൽസ് റിട്ടേൺ നമുക്കറിയാം, ടോട്ടൽ എത്രയുടെ സെയിൽസ് റിട്ടേൺ വന്നു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാം. അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ഫുഡ്വെയർ ഷോപ്പുകൾക്ക് വളരെ കുറവാണ്. എന്നിരുന്നാലും നമുക്കൊരു എസ്റ്റിമേറ്റ് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പർച്ചേസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഫുഡ്വെയറിന്റെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ആണെങ്കിലും, അല്ലെങ്കിൽ ഓരോ ഐറ്റം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് എല്ലാം നമുക്ക് ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. എല്ലാത്തിൻ്റെയും ഡാഷ്ബോർഡാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിനുശേഷം ഇവിടെ വരുന്നത് പർച്ചേസ് റിട്ടേൺ. നമ്മളൊരു ഡാമേജ് ഐറ്റം വന്നു, സപ്ലയറിന് തിരിച്ചു കൊടുക്കണം, അതെല്ലാം നമ്മൾ ഇവിടെയാണ് വരിക, പർച്ചേസ് റിട്ടേണുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. അതേപോലെ പർച്ചേസ് ഓർഡർ നമുക്ക് ഇവിടെയാണ് വരിക. എന്തൊക്കെ കാര്യം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫുഡ്വെയർ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെഗുലർ ആയിട്ട് ഫാഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ടേമിനകത്ത് വരുന്ന ഫാഷൻസിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഒരു പർച്ചേസ് ഓർഡർ പോലെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സപ്ലയറിന് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ്. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ള വരവ് ചെലവ് കണക്കുകളെല്ലാം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കണം, ആ പേയ്മെന്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി സപ്പോസ് നമുക്കൊരു സ്റ്റാഫ് ഉണ്ട്, ആ സ്റ്റാഫിന് സാലറി കൊടുക്കണം, അപ്പോൾ അത് നമ്മൾ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സിനകത്ത് എൻ്റർ ചെയ്ത് പോകേണ്ടത്. അതുപോലെ തന്നെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെയുള്ള നമ്മുടെ ചെലവുകളെല്ലാം നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു കസ്റ്റമർ, റെഗുലറായിട്ട് വരുന്ന ഒരു കസ്റ്റമർ നമുക്കൊരു പേയ്മെന്റ് ഒന്നിച്ചുകൊണ്ട് തന്നു, അതെല്ലാം നമുക്ക് ഇവിടെയാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കസ്റ്റമർ/വെൻഡേഴ്സ്. ഇവിടെയാണ് നമ്മുടെ എല്ലാ കസ്റ്റമറും അതുപോലെ നമ്മുടെ സപ്ലയറും എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത്, അവരെ എഡിറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് എല്ലാം നമുക്ക് ഇവിടെയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കസ്റ്റമർ, ഇപ്പൊ 2 കസ്റ്റമറാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരു സപ്ലയറും ആഡ് ചെയ്തു, ഒരു രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമറും ആഡ് ചെയ്തു. ഇതിനകത്ത് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് B2C എന്നും B2B എന്നും, അതായത് GST ഉള്ള നമ്മുടെ ആൾക്കാരെ, ഇല്ലെങ്കിൽ കസ്റ്റമർ, ഇല്ലെങ്കിൽ സപ്ലയർ അല്ല, B2B എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പിലാണ് വരിക. B2C എന്ന് പറഞ്ഞാൽ GST ലൈസൻസ് ഇല്ലാത്ത കസ്റ്റമർ ഇല്ലെങ്കിൽ സപ്ലയർ ആണ് B2C എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ബാർ സർവീസസ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ എന്താണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അത്രയും പ്രൊഡക്റ്റുകൾ ഫുൾ ആഡ് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, അതിന്റെ സെൽ പ്രൈസ് കൊടുക്കുക, അതെല്ലാം നമ്മൾ ഈ പ്രൊഡക്റ്റ് ബാർ സർവീസസ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ നമ്മളിങ്ങനെ ഇടത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആഡ് ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തൊട്ട് റൈറ്റ് സൈഡിൽ ആഡ് ന്യൂ സർവീസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. നമ്മൾ ഫുഡ്വെയർ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴേക്ക് ഈ ബാഗൊക്കെ എന്തെങ്കിലും സ്റ്റിച്ചിങ് വന്നു കഴിഞ്ഞാൽ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ചെരുപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ സർവീസുകൾ വന്നു കഴിഞ്ഞാൽ ഒരു സർവീസ് ചാർജ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷൻ. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് ഫുൾ ആഡ് ചെയ്യുന്നത്, അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ.
ഇതെല്ലാം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെടുന്നതും സർവീസുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ റിപ്പോർട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് പറയുമ്പോഴേക്കും ഇത് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഇന്ന് നടന്നിരിക്കുന്ന ടോട്ടൽ സെയില്, കറണ്ട് മന്ത് സെയില്, അതേപോലെ ടുഡേയ്സ് പർച്ചേസ്, കറണ്ട് മന്ത് പർച്ചേസ്, കറണ്ട് സ്റ്റോക്ക്, എത്ര സ്റ്റോക്ക് ഉണ്ട്, അതെല്ലാം ഈ റിപ്പോർട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഫുഡ്വെയർ വെർഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിനകത്ത് ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് നമുക്കൊന്ന് കാണാം. അതിനുവേണ്ടി ഈ പ്രോഡക്റ്റ് ബാർ സർവീസിൽ നമ്മൾ പോയി അതിനുശേഷം ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആഡ് ന്യൂ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഇവിടെ നമുക്ക് ഈ നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഫുഡ്വെയറിന്റെ പേര് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം വുഡ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഷൂ ആണെന്നിരിക്കട്ടെ. അപ്പം അതിനൊരു ചിലപ്പോഴേക്കും ഒരു സൈസ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു മോഡൽ നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. മോഡൽ നമ്പർ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മോഡൽ നമ്പർ കൊടുക്കുകയും ഒക്കെ നമുക്ക് പറ്റും. ഇവിടെ നമുക്ക് ഞാനിപ്പം വുഡ്ലാൻഡ് എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ആ ഒരു പേര് കൊടുത്തു. അതിനുശേഷം ആ പേര് കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ മോഡൽ നമ്പറോ അതിനെന്തെങ്കിലും ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സീരിയൽ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ടൈപ്പാണ്, ഇത് ഫുഡ്വെയർ ആണോ ഇല്ലെന്നുണ്ടെങ്കിൽ ബാഗ് ആണോ, എന്ത് പ്രോഡക്റ്റ് ടൈപ്പ് ആണെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫുഡ്വെയർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുകയാണ്. എൻ്റർ അടിച്ചു. ഇത് പ്രോഡക്റ്റ് ടൈപ്പ് നമ്മൾ ആഡ് ചെയ്തു. അത് ഡിസ്ക്രിപ്ഷൻ ഇപ്പം നമ്മളിപ്പം ചിലപ്പോഴേക്കും ചില പ്രോഡക്റ്റ് ഒക്കെ ചില റാക്കിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ആ റാക്ക് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ എൻ്റർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ യൂണിറ്റ് ആണ്, അതായത് ഇത് പീസസിലാണ് വിൽക്കുന്നത്. അപ്പോൾ പീസസിലാണെങ്കിൽ അത് പീസസ്, ബോക്സ് ആണെങ്കിൽ ബോക്സ്, അങ്ങനത്തെ ഒരു സെക്ഷനാണ്. അപ്പോൾ പീസസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ യൂണിറ്റ് കാണാം, ബോക്സേ ഉള്ളൂ, അപ്പോൾ പീസസ് ഇല്ല. അപ്പോൾ പുതിയ ഒരു യൂണിറ്റ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ഈ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയൊരു യൂണിറ്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ PSS ഇരിക്കുന്നതായിട്ട് ഞാനിപ്പോൾ PSC എന്ന് കൊടുത്തു, PSS, എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ പുതിയൊരു യൂണിറ്റ് ആഡ് ചെയ്തു. ഇനി ഇതിന്റെ സെക്കൻഡറി യൂണിറ്റും അതുപോലെ തന്നെ ഈ കൺവേർഷൻ യൂണിറ്റും ഒന്നും ഫുഡ്വെയർ വളരെ റയർ ഫുഡ്വെയർ ഷോപ്പുകൾക്ക് മാത്രമേ അവിടെ ഇത് യൂസ് ചെയ്യാറുള്ളൂ. ഈ മീറ്ററിലൊക്കെ ചില ഈ നൈലോൺ നൂല് പോലുള്ള കാര്യങ്ങളൊക്കെ അളന്നു കൊടുക്കുന്ന ഒരു കേസുകളൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ MRP എന്ന് പറയുമ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 6000 രൂപ വിലയുള്ള ഒരു ഷൂ ആണ്. അത് MRP പ്രൈസ് ആണ്. പക്ഷെ നമ്മുടെ സെയിൽ പ്രൈസ് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? ഇവിടെ നമ്മളിത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 4500 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ 4500 രൂപ ഇവിടെ സെയിൽ പ്രൈസ് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും അതുപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റും ഉണ്ട്. ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥാപനങ്ങളിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴേക്കും അതിന് പർച്ചേസ് ബില്ലൊന്നും കാണത്തില്ല. അപ്പോൾ പർച്ചേസ് ബിൽ ഇല്ലാത്ത പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് എത്ര സ്റ്റോക്ക് നമുക്കുണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കിയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതാണ് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ GST എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ട്. GST എന്ന് പറയുന്ന ഈ സെക്ഷനകത്ത് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ എത്ര % GST ആണ്, 5% ആണെങ്കിൽ 5% കൊടുക്കാം. ഇനി 5% അല്ല 18% GST ആണ്, 18% GST ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 18% കൊടുത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ HSN കോഡ് ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ കാറ്റഗറി, ടൈപ്പ്, ബ്രാൻഡ്, മോഡൽ നമ്പർ, അതെല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് സബ് സ്റ്റോക്ക് എൻട്രി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വുഡ്ലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവിടെ പ്രോഡക്റ്റ് സബ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ വന്നിട്ട് ഇവിടെ പ്രോഡക്റ്റ് ടൈപ്പ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇതിനെ സൈസ് വെച്ചിട്ട് നമ്മളിപ്പം തിരിക്കുകയാണ്. അപ്പം നമ്മളിവിടെ സൈസ് എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ കീബോർഡിൽ നമ്മളിവിടെ സൈസ് എന്ന് പറഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്തു. ഓക്കെ, സൈസ്. ഇനി സൈസിനകത്ത് ഈ വുഡ്ലാൻഡ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് പല സൈസ് ഉണ്ടാവും. അപ്പോൾ ആ സൈസാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പം ഒരു 8 എന്ന് പറഞ്ഞൊരു സൈസ് ഉണ്ടാവും, അത് നമ്മൾ ആഡ് ചെയ്യാം. ഇനിയിപ്പം നമ്മളൊരു 10 എന്ന് പറഞ്ഞൊരു സൈസ് ഉണ്ടാവും, അത് ആഡ് ചെയ്യാം.
ഇല്ലെങ്കിൽ ഒരു 9 എന്ന് പറഞ്ഞ സൈസ് ഉണ്ടാവും, അത് ആഡ് ചെയ്യുക. ഇതെല്ലാത്തിനും സെപ്പറേറ്റ് സ്റ്റോക്കാണ്. എല്ലാം അതുപോലെ സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇത്രയും കാര്യമാണ് കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളിപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇപ്പോൾ ഒരു 20 പീസ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് നമ്മൾ പർച്ചേസ് കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അത് ടാക്സബിൾ എമൗണ്ട് ആണ് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പം ഒരു പർച്ചേസ് കോസ്റ്റ് ഇപ്പോൾ ഒരു 2800 രൂപ പർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ്. അങ്ങനെ 20 എണ്ണം ഉണ്ട് ടോട്ടൽ എല്ലാവരും കൂടി. അപ്പം നമ്മുടെ ഈ സബ് സ്റ്റോക്ക് എൻട്രി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഇത്രയും ഐറ്റം ആണല്ലോ നമുക്കുള്ളത് സൈസിനകത്ത്. അപ്പോൾ ഓരോ സൈസിനകത്ത് എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം 8 എന്ന് പറയുന്ന സൈസ് 10 പീസ് ഉണ്ട്, അത് 10 പീസാണ് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സൈസിലുള്ളത് നമുക്കിപ്പോൾ ഒരു 5 പീസ് ഉണ്ട്, അത് 5 കൊടുക്കുക. ഈ 9 സൈസ് ഒരു 5 പീസ് ഉണ്ട്. അപ്പോൾ ശരിയല്ലേ, ടോട്ടൽ 20 പീസായി. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് 20 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 20 സ്റ്റോക്ക് നമ്മളിവിടെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മളിവിടെ ഫുഡ്വെയർ ഷോപ്പിന് നമ്മളൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ സേവായി. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സേവായി. ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ഓൾ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ആ പ്രൊഡക്റ്റ് കണ്ടോ. ഇവിടെ വുഡ്ലാൻഡ് 120 എന്ന് പറഞ്ഞ് ഇവിടെ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാണാം, അതായത് സബ് പ്രൊഡക്റ്റ്, അതായത് അതിന്റെ സൈസുകളാണ് ഈ കാണുന്നത്. 8 ഉണ്ട്, 10 ഉണ്ട്, 9 ഉണ്ട്. അതിന്റെ ഓരോന്നിന്റെയും കറന്റ് സ്റ്റോക്കാണ് ഈ കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ ഫുഡ്വെയർ ഷോപ്പിനകത്ത് ഒരു ആവറേജ് അവയർനെസ് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് നമ്മളൊരു ബില്ല് എവിടെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ, എസ്റ്റിമേറ്റ് പർച്ചേസ്, അങ്ങനെ തുടങ്ങി നമ്മളൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വരെയുള്ള ഡീറ്റെയിൽസ് നമ്മളോട് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.